കേരളത്തിലെ സഹകരണ മേഖലയിൽ ഈ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പാണ് തൃശ്ശൂർ ജില്ലയിലെ കരുവന്നൂർ സഹകരണ ബാങ്കിലുണ്ടായത്. പാവപ്പെട്ട നൂറുകണക്കിന് നിക്ഷേപകരുടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ആ ബാങ്കിലെ ജീവനക്കാരുടെ ഒത്താശയോടുകൂടിയും അവരുടെ നേരിട്ടുള്ള ഇടപെടലിലൂടെയും ക്രമക്കേടുകളിലൂടെ തട്ടിയെടുത്ത എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമാണ് അവിടെ ഉണ്ടായത്. അവിടെ നിഷ്കളങ്കരായിട്ടുള്ള നിരാധാരരായിട്ടുള്ള നിരവധി പാവപ്പെട്ട ആളുകൾ അവർക്ക് അവരുടെ പെൻഷനായി ലഭിച്ച അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ കിടപ്പാടം വിറ്റ് ലഭിച്ചതായ തുകകൾ തങ്ങളുടെ ഭാവി ആവശ്യങ്ങൾക്ക് വേണ്ടി മക്കളുടെ വിദ്യാഭ്യാസത്തിനാകട്ടെ മക്കളുടെ വിവാഹത്തിനാകട്ടെ അതുപോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടി നിക്ഷേപിച്ചിരുന്നതായ തുകയാണ് ഈ ബാങ്കിലെ ജീവനക്കാർ തട്ടിയെടുത്ത് പലതരത്തിൽ അവരെ വഴിയാധാരമാക്കിയത്. അതിനെക്കുറിച്ച് വിവിധ ഏജൻസികൾ ഇപ്പോൾ പലതരത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളുടെ പങ്കാളിത്തം ഇപ്പോൾ ഓരോന്നോരോന്നായി വെളിപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പങ്കാളികളുടെ പട്ടികയിൽ നിസ്സാരന്മാരല്ല മുൻ മന്ത്രിമാരും നിലവിലുള്ള MLAമാരും ഇപ്പോൾ മന്ത്രിസഭയിൽ അംഗങ്ങളായിരിക്കുന്നവരുമൊക്കെ പ്രത്യക്ഷമായും പരോക്ഷമായും ഇടപെട്ടിരുന്നു എന്നതാണ് വെളിപ്പെട്ട് വന്നിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വസ്തുതകൾ. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് താൽപ്പര്യമുള്ള ആളുകൾക്ക് യാതൊരു രേഖകളുമില്ലാതെ ലക്ഷക്കണക്കിന് രൂപ വായ്പ കൊടുക്കുകയും അതുപോലെ തന്നെ അവിടുത്തെ ജീവനക്കാർക്ക് കള്ളപ്പണം വെളുപ്പിച്ച് കൊടുക്കുന്നതിൽ കമ്മീഷനായി കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തതിലൊക്കെ ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്കും പങ്കുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വസ്തുതകൾ വെളിപ്പെടുത്തുന്ന ആരെയും ഞെട്ടിപ്പിക്കുന്നതായ സത്യങ്ങൾ. പലതരത്തിലുള്ള അന്വേഷണം കേന്ദ്ര ഏജൻസികൾ ED ഉൾപ്പെടെ അതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ CBI ഉൾപ്പെടെയുള്ള ഏജൻസികളൊക്കെ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട പല ആളുകളും ഇപ്പോൾ ജോലിയിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. ഇതൊക്കെയാണെങ്കിലും അതിൽ നിക്ഷേപകരായ ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള ആശ്വാസവും ഗവൺമെൻറ്റോ ഈ ബാങ്കിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകളോ ഇതുവരെയും നൽകിയിട്ടില്ല എന്നുള്ളതാണ് അത്യന്തം ഖേദകരമായ വസ്തുത. ഓരോ ദിവസവും പുറത്തു വരുന്ന വെളിപ്പെടുത്തലുകൾ ഇതിനകത്ത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ നടത്തിയതായ കള്ളക്കളികളാണ്. ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് ഭരിക്കുന്നത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ അതിൽ ഉന്നത സ്ഥാനീയരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടുന്ന ഒരു ഡയറക്ടർ ബോർഡാണ്. ഇതിൽ വ്യാജമായി കൊടുത്തിരിക്കുന്ന പല വായ്പകളും ഈ രാഷ്ട്രീയ നേതാക്കളുടെ ശുപാർശയോടുകൂടി അവർക്ക് താൽപ്പര്യമുള്ള പാർട്ടി അംഗങ്ങൾക്കും സഖാക്കൾക്കുമാണ് എന്നുള്ളതും പുറത്തു വന്നിരിക്കുന്ന വസ്തുതകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രീമാൻ AC മൊയ്തീനെ പോലെയുള്ള ആളുകളൊക്കെയാണ് ഇപ്പോൾ പ്രതിപട്ടികയിൽ നിൽക്കുന്നത് എന്നത് അറിയുമ്പോൾ ഇതിനകത്ത് പാർട്ടിയുടെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടപെടൽ എത്ര ഗൗരവമുള്ളതാണ് എന്ന് മനസ്സിലാക്കാനായി സാധിക്കും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ എറണാകുളം ജില്ലാ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന CPMൻ്റെ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഇപ്പോൾ വ്യവസായ മന്ത്രിയായിരിക്കുന്ന ശ്രീമാൻ രാജീവ് ഇടപെട്ട് തെറ്റായ മാർഗങ്ങളിലൂടെ ചില ആളുകൾക്ക് വായ്പ കൊടുത്തിരിക്കുന്നു എന്നതാണ്.
ശ്രീമാൻ രാജീവ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ സ്വാധീനിച്ച് ഇന്ന ആളുകൾക്ക് വായ്പ കൊടുക്കണം, അവരുടെ രേഖകളൊന്നും വേണ്ട രീതിയിൽ പരിശോധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന മട്ടിൽ ശക്തമായി സമ്മർദ്ദം ചെലുത്തുകയും ആ സമ്മർദ്ദത്തിൻ്റെ ഫലമായി അനർഹരായ നിരവധി ആളുകൾ ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ നിന്ന് കടമെടുത്തുകൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. യാതൊരുവിധ ഈട് നൽകാതെ, ഗ്യാരണ്ടി നൽകാതെ ലക്ഷക്കണക്കിന് രൂപ വായ്പ കൊടുത്തതായി രേഖകൾ വെളിപ്പെടുത്തുന്നുണ്ട്. ആ ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാർ ലക്ഷക്കണക്കിന് രൂപ വ്യാജ പേരുകളിൽ വായ്പയെടുത്ത് വലിയ വലിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തിയിരിക്കുകയാണ്. എസ്റ്റേറ്റുകൾ വാങ്ങിയിരിക്കുന്നു, തമിഴ്നാട്ടിലൊക്കെ തോട്ടങ്ങൾ വാങ്ങിയിരിക്കുന്നു, വ്യവസായ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു. അങ്ങനെ അത്യന്തം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നതും പല ആരോപണങ്ങളും അടിസ്ഥാനമുള്ളതാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അതിനിടയ്ക്കാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ വീണ്ടും ഒരു ഏടാകൂടത്തിൽ ചെന്ന് ചാടിയിരിക്കുന്നത്. അതിനകത്തെ പ്രമുഖരായ പല നേതാക്കന്മാരും ഇപ്പോൾ ഈ തരം വ്യാജ ലോണുകൾ കൊടുക്കുന്നതിൽ പങ്കാളികളായിട്ടുണ്ട്. അവർ രാഷ്ട്രീയ സമ്മർദ്ദം ഉപയോഗിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പാർട്ടിയിലുള്ള ആളുകൾക്ക് അവിഹിതമായിട്ടുള്ള രീതിയിൽ ഇതുപോലെ വായ്പ എടുക്കുന്നതിന് ഒത്താശ നൽകിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ആരോപണങ്ങൾ ഇപ്പോൾ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. വളരെ ഉദാസീനമായിട്ടാണ് ഇതിന് ശ്രീമാൻ രാജീവും അതുപോലെ തന്നെ LDFിൻ്റെ കൺവീനർ ശ്രീ EP ജയരാജനുമൊക്കെ പ്രതികരിച്ചിരിക്കുന്നത്. ശ്രീമാൻ EP ജയരാജൻ പറഞ്ഞു, അങ്ങനെയൊക്കെ സാധാരണയാണ്. കാരണം രാഷ്ട്രീയ നേതാക്കന്മാരുടെ അടുത്ത് പല ആളുകളും ഇതുപോലെയുള്ള ആവശ്യങ്ങളുമായി വരും. അപ്പോൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതായി വരുമെന്ന് പറയുന്ന നിരുത്തരവാദപരമായ ഉദാസീനമായ ഒരു നിലപാടാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഓരോ വിഷയങ്ങളിൽ ഓരോന്നും മാറി മാറി വരുമ്പോൾ കൂടുതൽ കൂടുതൽ അപഹാസ്യമാകുന്നത് കേരളത്തിലെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ന്യായീകരണം കൊണ്ടൊന്നും ഈ പ്രശ്നം പരിഹരിക്കപ്പെടാനായി സാധ്യമല്ല. ബഹുമാന്യനായ രാജീവ്, വ്യവസായ മന്ത്രി രാജീവ് പറയുന്നത്, ഞാൻ നിയമവിരുദ്ധമായി യാതൊന്നും ചെയ്യുന്നയാളല്ല. ഞാൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്തും ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്തും ചട്ടവിരുദ്ധമായി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ഒരു ഒഴുക്കൻ മറുപടിയാണ് നൽകിയിരിക്കുന്നത്. ഇതൊക്കെ സത്യത്തിൽ നിന്നും വളരെ ദൂരെയാണ് എന്നതാണ് തെളിയപ്പെടാൻ പോകുന്നത്. ഏതായാലും കള്ളപ്പണം വെളുപ്പിക്കലിന് ഈ ബാങ്ക് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും കൂട്ടുനിന്നിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപ വ്യാജ രേഖകളുടെ അടിസ്ഥാനത്തിൽ വായ്പ കൊടുത്തിട്ടുണ്ട്. ലക്ഷങ്ങളുടെ വായ്പ യാതൊരു തര ഗ്യാരണ്ടിയുമില്ലാതെ പലർക്കും കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും യാതൊരു മാർഗത്തിലും തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത വായ്പകളാണ് എന്നതുകൊണ്ട് ആക്ഷരികമായി അവിടെ നിക്ഷേപിച്ചിരിക്കുന്ന പാവപ്പെട്ട ആളുകൾ ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തി നിൽക്കുകയാണ്. ഇപ്പോഴും ഇതിൽ ഈ നിക്ഷേപകരെ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള യാതൊരു ഫലകരമായ നടപടികളും ബാങ്കിൻ്റെ ഉത്തരവാദപ്പെട്ടവരോ അല്ലെങ്കിൽ അതിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കളോ എടുക്കുന്നില്ല എന്നുള്ളത് ഈ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇതിന് സമാധാനം പറഞ്ഞെങ്കിൽ മാത്രമേ മതിയാവുകയുള്ളൂ. ജീവനക്കാരുടെ മേൽ ഇത് മുഴുവൻ കുറ്റം ചാരിക്കൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കൈകഴുകാൻ സാധ്യമല്ല. ബാങ്കിലെ ഉദ്യോഗസ്ഥർ തന്നെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഞങ്ങളെ സ്വാധീനിച്ചിരിക്കുന്നത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുള്ള ആളുകളാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൽ MLAമാരുണ്ട്, മുൻ മന്ത്രിമാരുണ്ട്, ഉന്നതന്മാരായ രാഷ്ട്രീയ നേതാക്കളുണ്ട്, ഇപ്പോൾ മന്ത്രിസഭയിൽ ഉള്ളവരുണ്ട്. അങ്ങനെ വളരെ വളരെ വ്യക്തമായ കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.
അതുകൊണ്ട് ഓരോ ദിവസം കഴിയും തോറും ഓരോ വിഷയത്തിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിരോധത്തിലായിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങൾക്ക് അവരിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു. സഹകരണ ബാങ്കുകളെ ചുറ്റിപ്പറ്റി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിഹിതമായ കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പ് നടത്തുന്നു, സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തുന്നു, സാമ്പത്തിക വെട്ടിപ്പുകൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നു, സ്വന്തം പാർട്ടിയിൽപ്പെട്ട ആളുകളെ വഴിവിട്ട് സഹായിക്കുന്നു. ഇങ്ങനെ നിരവധി ആരോപണങ്ങൾ പാർട്ടിക്കെതിരായിട്ടും പാർട്ടി നേതാക്കൾക്കെതിരായിട്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വസ്തുതകൾ വെളിപ്പെട്ട് വരുമ്പോൾ അതിലാരോപിതരായ വ്യക്തികൾക്ക് മുഖം രക്ഷിക്കാനായി എളുപ്പമല്ല എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. മുൻ മന്ത്രിമാരാകട്ടെ, നിലവിലുള്ള MLA-മാരാകട്ടെ, ഇപ്പോൾ മന്ത്രിമാരായിരിക്കുന്നവരാകട്ടെ, അല്ലെങ്കിൽ പാർട്ടിയുടെ ഉന്നത സ്ഥാനീയരാകട്ടെ, അവരെല്ലാവരും ഇതിന് സമാധാനം പറയേണ്ടതായിട്ട് വരും. ജീവനക്കാർ തീർച്ചയായും അവരുടെ അവിഹിതമായ സമ്പാദ്യങ്ങൾ മുഴുവൻ കണ്ടുകെട്ടി അവരെയും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് കടുത്ത ശിക്ഷ നൽകേണ്ടതായിട്ട് വരും. ഏതായാലും കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൽ പിടിമുറുക്കിയിരിക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ വിഷയത്തിൽ ഓരോ ദിവസവും കനത്ത തിരിച്ചടിയാണ് ഏറ്റുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇന്നത്തെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പച്ചയായ യാഥാർത്ഥ്യം.